ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി മുസംബി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ജ്യൂസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 3 മുസംബിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്തത് കാരണം ഐസ് ക്യൂബ് ശരിക്ക് റെഡി ആയിട്ടില്ല. പിന്നെ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ മുസംബിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ മുസംബിയുടെ തൊലി മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ ആ കുരുവും കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഉള്ളിലെ ആ കുരു നമ്മളെ ജ്യൂസിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പം നമ്മൾ ആ കുരുവും ആ തൊലിയും നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുസംബി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബൊക്കെ അലിഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ ഐസ് വാട്ടർ ഒഴിക്കുക. നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് വാട്ടർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ജ്യൂസെല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ശരിക്കും ഇത് അടിപൊളി ഒരു ജ്യൂസാണ്. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം.